ഹലോ ഡേ ഞാൻ വന്ന് കളിക്കാനുള്ള രാജേഷ്. അപ്പോൾ മച്ചാന്മാരെ അത് റോസ്ലിൻ കണ്ണാടി കുറച്ച് വലുതായി. ഇപ്പോൾ ഇന്ന് ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വച്ചതാണ്. നിങ്ങൾ വിചാരിക്കും ഷോ ആണെന്ന്. പവറുള്ളതാണ്. പവർ ഏത് നേരം ഫോണും ഇതൊക്കെ നോക്കി കണ്ണിന് ഗ്രേഡ് കിട്ടി. ഇന്നലെ പറഞ്ഞ പോലെ ജി ഗ്രേഡാണ്. 3 3 ജി കിട്ടി. റോസ്ലിൻ്റെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു. റോസ്ലിൻ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസ്ലിൻ, അതിൻ്റെ എന്തായിരുന്നു, അതിൻ്റെ ഷോ റണ്ണർ മിസ്റ്റർ ജീത്തു ജോസഫ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു നല്ലതായിരിക്കും എന്നുള്ളത്. നല്ലതാണ്, ഒറ്റ വാക്കി പറയുമ്പോൾ നല്ലതാണ്. ആർക്കും ധൈര്യപൂർവ്വം കുടുംബസമേതം കാണാം. അതിൽ ഈ റോസ്ലിൻ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യങ്ങളാണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് ഇവൻറ്റ്സ്, ഒക്കറൻസസ്, ഇൻസിഡൻസ്, ട്വിസ്റ്റ് ഒക്കെ ഉള്ളതാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇവ ഈ പറയണേന്ന്. കുറേ സംഭവങ്ങൾ അത്ര തന്നെ, വേറെ ഇതൊന്നുമില്ല. എന്നൊക്കെയോ പഠിച്ച കുറേ ഇംഗ്ലീഷ് വാക്കുകളാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് പറയണത് അവസ്ഥ. അപ്പോൾ അതാണ് റോസ്ലിൻ എന്ന് പറയുന്ന ഐറ്റം. റോസ്ലിൻ എന്ന് പറയുന്ന ഒരു എന്തോന്നാണത്, TV സീരീസ്, വെബ് സീരീസ്. ആ ഐറ്റത്തിൻ്റെ വിശേഷങ്ങൾ, അതാണ് സംഭവം. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്ന് പോകുന്ന ഒരു TV സീരീസാണ്. ഞാൻ അതിൻ്റെ കഥയൊന്നും പറഞ്ഞ് ബോറാക്കുന്നില്ല. പിന്നെ ചിലർ വിചാരിക്കും കഥ പറഞ്ഞ് അത് കാണാനുള്ള ത്രില്ല് പോയി. പക്ഷെ കാണാം, ആർക്കായാലും കാണാം. അതിൽ വേറെ എന്തോന്നാണ്, വേറെ ഒന്നും കൊള്ളൂലെന്നൊന്നും തോന്നൂല. അതെൻ്റെ ഗ്യാരണ്ടിയാണ്. പണ്ടേതോ സിനിമയുണ്ട്, ഞാൻ എപ്പോഴും അത് ആലോചിച്ചിരിക്കും. സുരേഷ് ഗോപിയുടെ സാറിബ് ഈ ലോറിക്ക് കിച്ചാമണിയുടെ പാസ്സുള്ളതാണ്. അപ്പോൾ പോലീസുകാരൊക്കെ കടത്തി വിടും ലോറിയെ. കിച്ചാമണിയുടെ പാസ് ഉണ്ടെങ്കിൽ ലോറി പോവും. അപ്പം കിച്ചാമണിയുടെ പാസ്സല്ല, എൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. അതാണ് സീക്രട്ട് സ്റ്റോറീസ് ഓഫ് റോസ്ലിൻ. അതിൻ്റെ ഒത്തിരി വിശേഷങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, ഒരുപാട് ഡീറ്റെയിലിങ്ങിലോട്ടൊന്നും പോകുന്നില്ല. പേടിപ്പെടുത്തുന്ന ഇതെന്ന് പറയാൻ അതൊരു ഗോസ്റ്റിൻ്റെ ഹൊററല്ല, ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. എങ്കിലും നമുക്ക് ഇത്തിരി ഒന്ന് പേടിപ്പെടുത്തുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടല്ല, വളരെ ചെറിയ ഇതിൽ. നമുക്കൊന്നും പേടിയാവില്ല. കുറച്ചുകൂടെയൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സംഭവം എന്നല്ല, മറ്റേ ഈ ദുർബല ഹൃദയരൊക്കെ ഉണ്ടല്ലോ, പിന്നെ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർ, ലേഡീസ്, അവരൊക്കെ ഒന്ന് ഇതാവും. നമ്മളൊക്കെ ഭയങ്കര കട്ട കല്ല് പോലത്തെ ഹൃദയമുള്ളവരാണെന്നാണ് എല്ലാവരും പറയണത്. എന്ത് ചെയ്യാൻ, പാവമാണ്. പക്ഷെ എല്ലാവരും പറയണതെന്ന് പറഞ്ഞാൽ കല്ല് പോലത്തെ ഹൃദയം വെച്ചാണ് നടക്കണേന്ന് അവസ്ഥ. അപ്പം അതാണ് അതിൻ്റെ സംഭവം. ഒരുപാട് പറഞ്ഞ് ബോറാക്കണമൊന്നുമില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ തന്നെ ബോറായി കാണും. അപ്പം അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും എല്ലാവരും കണ്ടിട്ട് എനിക്ക് കമൻ്റ് ഇടണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് അതിനകത്ത് ഇടയ്ക്കൊക്കെ ഒരിത്തിരി ലാഗ് ഫീൽ ചെയ്യും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ശരിക്കും അതിലിട്ട് വലിച്ചഴിക്കാനൊക്കെ ഉള്ള കുറച്ച് ലാഗുണ്ട്. അതില്ലാന്ന് പറഞ്ഞുകൂടാ. ഒരു സാധനത്തിനെക്കുറിച്ച് ഭയങ്കര നല്ലത് മാത്രം പറഞ്ഞ് ആറാട്ടുകയാണ് എന്ന് പറഞ്ഞതുപോലെ മാത്രമായി പോവും.
അപ്പോൾ ഇടയ്ക്കെതിരെ ലാഗുണ്ട്. ലാഗ് കുഴപ്പമില്ല, അത് കാണുമ്പോൾ അതിൻ്റെ ഇതിലങ്ങ് കണ്ടു പോവാം. ക്ഷമിക്കാവുന്നതായിട്ടുള്ള ലാഗുകളൊക്കെ ഉള്ളൂ, എങ്കിലും ഉണ്ട്. ഇനി ഞാൻ പറയും ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രില്ലറാണെന്ന് പറഞ്ഞിട്ട് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ത്രില്ലടിച്ചില്ല എന്ന്. അതുകൊണ്ട് പറഞ്ഞാണ് നാളെ ഇനി ഒരുത്തനും വന്ന് നമ്മളെ തള്ളി കളിക്കാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. ഭയങ്കര യൂസ്ലെസ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കുറവാണ്. പിന്നെ ഇരുന്നാലും കുറച്ച് ഇതുണ്ട്, ലാഗുണ്ട്, ഇത്രയൊക്കെ വലിച്ച് നീട്ടിയിട്ടുണ്ട്. പിന്നെ അത് സീരീസ് അല്ലേ, ഇരുന്ന് കാണ്, വേറെ കുഴപ്പമില്ല. അപ്പം ശരി, വേറെ അടുത്ത വരണ്ട ഏതെങ്കിലും നല്ല ഏതെങ്കിലും ബുക്ക് എടുത്തുകൊണ്ട് ഞാൻ വരാം. എന്തിരി നല്ലത് വല്ലതും എടുത്തുകൊണ്ട് വരാം. മോശമുള്ളത് ഞാൻ വന്ന് മോശമൊന്നും പറയാം. ഇന്നലെ ഇനി ആ എറുക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരണമെന്ന് അറിഞ്ഞൂടെ, എന്തൊരു പറയാം അപ്പി, നമ്മളെ ജീവിതങ്ങളിങ്ങനെയാണ്. അപ്പോൾ ശരി രായസ്, പോയിട്ട് വരാം. ഓക്കെ ശരി ചേട്ടാ, ടാറ്റാ.